ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ പ്ലഷറാണ് വണ്ടി. ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോഡി കവറൊക്കെ മാറ്റിയാണ് നമ്മൾ വർക്ക് ചെയ്തതാണ്. അത്യാവശ്യം ബോഡി കവർ ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഫോർക്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ പാർട്സുകളൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എഞ്ചിൻ ചെറിയ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ബെൻഡായി പോയാൽ ക്രാങ്ക് ഔട്ടാവുകയെന്ന് പറയും. അതിനൊരു ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ട് സെൽഫ് അടിക്കുന്ന സൗണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ എഞ്ചിൻ്റെ ആ ക്രാങ്ക് അലൈൻമെൻറ്റ് മാറിപ്പോകുന്ന സമയത്ത് എഞ്ചിൻ സൈഡ് ക്ലച്ച് സൈഡിലേക്ക് ഓയിൽ ലീക്കായിട്ട് ഒരുപാട് ഇറങ്ങണ്ടായിരുന്നു. അതൊക്കെ അതിനുണ്ടായിരുന്നൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ തൽക്കാലം നമ്മളത് അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് കയറ്റിയിട്ടാണ്. അതായത് അഴിച്ച് ക്ലിയർ ചെയ്തിട്ടില്ല, എഞ്ചിൻ അഴിച്ച് റെഡിയാക്കിയിട്ടില്ല. കാരണം എഞ്ചിൻ അഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ്ലിയാണ്, നല്ല എമൗണ്ട് വന്ന കേസാണ്. ഇതല്ലാതെ കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കൊരു ഏകദേശം ഒരു 23,000 രൂപ അടുത്ത് നമുക്ക് ചിലവ് വന്ന വർക്കാണത്. അപ്പോൾ അങ്ങനെ ഒരു വർക്കും കൂടി തന്നെ അത് പെൻഡിങ് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് നമ്മളിപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരും. അത് അഴിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉള്ളത്. വണ്ടി 15 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അതും ഉണ്ടാവും. പിന്നെ നമുക്ക് അതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സുകളാണ് ഇതൊക്കെ. നമ്മൾ അതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സുകളാണ്. ആ ബോഡി കിറ്റ് ഫുള്ളായിട്ടാണ് മാറ്റിയേക്കണേ. ബോഡി കിറ്റ് ഫുള്ളായിട്ട് മാറ്റാൻ പറഞ്ഞത് പ്രകാരം നമ്മളത് അസംബ്ലി പടി മേടിച്ചാണ് മാറ്റിയിട്ടാണത്. പിന്നെ അതേപോലെ എൻ്റെ ഫോർക്ക് അസംബ്ലി മാറ്റിയിട്ടുണ്ട്, എൻ്റെ കുഷ്യൻ അസംബ്ലി മാറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സറാണ് കിടക്കുന്നത്. വീലിൻ്റെ റിമ്മ് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ പാർട്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പാർട്സുകളുണ്ടാകും. ഫോർക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫോർക്ക് അസംബ്ലി ഇവിടെയൊക്കെ തുരുമ്പിട്ട് പോയേക്കുന്നുണ്ട്. അത് ഈ ഷോക്കപ്പ് തന്നെ ഭാഗത്ത് തുരുമ്പിട്ട് മൊത്തം വിട്ടുപോയി. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് മോൾ ഭാഗത്ത് ഇവിടെ തന്നെ ഭാഗത്തൊക്കെ തുരുമ്പിട്ട് ഓട്ടയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോർക്ക് അസംബ്ലി മാറ്റാൻ പറഞ്ഞതിൻ്റെ കേസ് ഫോർക്ക് അസംബ്ലി മാറ്റി അതിൻ്റെ ക്വസ്റ്റ്യൻ അസംബ്ലി മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആവണം, ബാക്കിൽ നിന്ന് തെറിച്ചു കൂട്ടിക്കായിരുന്നു. അപ്പോൾ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റിൽ പറഞ്ഞ് മാറ്റുന്ന കേസാണ്. ഫ്രണ്ട് വീലിൻ്റെ റിമ്മ് ഇതാണ് എൻ്റെ റിമ്മിൻ്റെ അവസ്ഥ കേട്ടോ. ഞാനിപ്പോൾ ടയർ ഇതുമേന്ന് അഴിച്ചെടുക്കാനായിട്ട് കമ്പി കൊണ്ട് കുത്തിയതാണ് ടയറുടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതടക്കം ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ടയർ പഴയ തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. അതിൻ്റെ ട്യൂബും മാറ്റിയിട്ട് റിമ്മും മാറ്റിയാണ് റീസെറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ സൈഡ് സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ഉണ്ടാവാൻ മാറ്റിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, മിറർ കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം ബോഡി പാർട്സുകളെല്ലാം തന്നെ മാറ്റിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഓൾറൗണ്ട് കാർഡ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓൾറൗണ്ട് കാർഡ് സെറ്റ് ചെയ്തിട്ടില്ല, ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്തേക്കണ മാറ്റിയേക്കണ പാർട്സുകളാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, അതിൻ്റെ എൻജിൻ സൈഡ് നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല. ആ ഓയിൽ ലീക്കിൻ്റെ കേസ് മാത്രമാണ് ചെയ്തത്. അത് കൂടാതെ അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ആംകോൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ഇപ്പോൾ നമ്മളത് ചാർജ് ചെയ്തിട്ടാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളതാണെന്ന് പറഞ്ഞത് കാരണം നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബില്ലായി കഴിഞ്ഞ് നമ്മളത്തേക്കും കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.